നമസ്കാരം. കുട്ടികൾക്ക് ബുദ്ധിക്കും വാചാലതയ്ക്കും കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരു സ്കൂളിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ടീച്ചറൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ വളരെ വാചാലതയോടുകൂടി അത് പറയാൻ സാധിക്കാതെ വരിക, മുക്കി മൂളി പറയുക, ഒരു വിക്കൽ വരിക. അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിക്കും വാചാലതയ്ക്കും ഒക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, വിദ്യാഭിവൃദ്ധിക്കും അക്ഷരസ്ഫുടതയ്ക്കും ഒക്കെ നല്ല അക്ഷരസ്ഫുടത ഉണ്ടാവാനായിട്ട്, പഠിച്ച കാര്യങ്ങൾ വളരെ വെള്ളം പോലെ പറയാന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ പറയാനായിട്ട്, വാക്സ്ഫുടത ഉണ്ടാവാനായിട്ട്, ആരെങ്കിലും കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിറച്ച് വാക്കുകളൊക്കെ മറന്നു പോവുക, അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് 10 ശ്ലോകങ്ങളുള്ള ഒരു സരസ്വതി ശ്ലോക സ്തുതി ഉണ്ട്. അത് ഭയങ്കര ഉത്തമമാണ്. സരസ്വതി ശ്ലോക സ്തുതി അത് മേടിക്കാൻ കിട്ടും, ചെറിയ ബുക്കുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഉത്തുംഗ പിന്നെ കുജ കുംഭ മനോഹാരിയായ സരസ്വതിയെ 10 ശ്ലോകങ്ങൾ കൊണ്ട് അത് ദിവസവും നമ്മൾ ഭക്തിയോടുകൂടി ജപിക്കുകയും, അതുപോലെ തന്നെ സരസ്വതിയുടെ കൊച്ചു വിഗ്രഹങ്ങളോ കൊച്ചു പടങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് അതിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് കുട്ടികളെ കൊണ്ട് സമയമുള്ള സമയത്ത് പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുകയൊക്കെ ചെയ്താൽ അവരുടെ വാക്കുകൾക്കൊക്കെ മിഴവ്. ഇതിങ്ങനെ 10 ശ്ലോകങ്ങൾ ഇങ്ങനെ ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പൂക്കൾ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ശനി ഞായർ ഒഴിവുണ്ടാവുമല്ലോ, അപ്പം ചെയ്താലും മതി. അപ്പം അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും വിരോധമൊന്നുമില്ല, അങ്ങനെ ചെയ്ത് മിഴവുണ്ടാകാനായിട്ട്. അപ്പം അവരുടെ ശബ്ദശുദ്ധി തെളിഞ്ഞു വരും, വാക്കുകൾ തെളിഞ്ഞു വരും, മന്ത്രസ്ഫുരണം ഉണ്ടാവും. ഭരദ്വാജ സ്മൃതിയിൽ എല്ലാം പറയുന്നുണ്ട്. അതായത് എല്ലാ പ്രാണികളുടെയും നാക്കിന്റെ തുമ്പത്ത് വാക്കിന്റെ രൂപത്തിൽ സരസ്വതി വിളയാടുന്നുണ്ടെന്നാണ് പറയാം. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് വരുമ്പോൾ നമ്മൾ പറയും സരസ്വതി വിളയാടിയില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ കണ്ണുകൾക്കും ഇന്ദ്രിയജ്ഞാനങ്ങളുടെ ഒരു പ്രവാഹമായിട്ടാണ് നമ്മൾ സരസ്വതിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ പറയുന്ന കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ആദ്യം അമ്മമാർ കൂടെ ഇരുന്നിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വളരെ വാചാലതയും ബുദ്ധിശക്തിയും അറിവും അക്ഷരസ്ഫുടതയും വാഗ്വാണിയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ടൊക്കെ അവർക്ക് നല്ല കഴിവുണ്ടാവും, ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ.